കട്ടപ്പന വെള്ളിയാങ്കുടി പാലത്തിനാൽപ്പടി മന്തിക്കാനം റോഡിന്റെയും വെളിഞ്ഞാലിൽപ്പടി മാന്നാനംമേട് റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇരു റോഡുകൾക്കുമായി 55 ലക്ഷം രൂപയാണ് MLA ഫണ്ടിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത്. നാടിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. ഗതാഗതയോഗ്യമായ റോഡ് നാടിന്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യം മുൻനിർത്തിയാണ് പ്രദേശത്തെ റോഡുകൾ ഫണ്ട് അനുവദിച്ച് നവീകരിച്ച് നൽകുന്നത്. പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യത്തിനാണ് പരിഹാരമായിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. വികസനത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഞാൻ പോകുന്ന വഴി നോക്കുമായിരുന്നു. ടാറിടാത്ത റോഡ് നമ്മുടെ പ്രദേശത്ത് ഇല്ലാത്തൊരവസ്ഥയായി. നമ്മുടെ മാറ്റം വളരെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അറിയാൻ നമുക്ക് സാധിക്കുന്നു. ഇപ്പൊ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ 3-ാം വാർഡില് വെളിഞ്ഞാലിപ്പടി മാന്നാനംപടി റോഡിന് 35 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ പാലക്കനാപ്പടി മന്തിക്കാനംപടി റോഡിന് 20 ലക്ഷം രൂപ അനുവദിച്ചു. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ഐശ്വര്യമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് നൽകിയ വലിയ പിന്തുണയാണ് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. നന്ദിപൂർവ്വം ഓർക്കുന്നു. ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാം. കട്ടപ്പന നഗരസഭയിലെ 3-ാം വാർഡിൽ പാലത്തിനാൽപ്പടി മന്തിക്കാനം റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ഈ റോഡിന്റെ നവീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയാണ് നൽകിയത്. ഇതോടൊപ്പം വെളിഞ്ഞാലിൽപ്പടി മാന്നാനംമേട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. 35 ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. നഗരസഭാ കൌൺസിലർമാരായ ഷാജി കുത്തോടി, KP സുമോദ് എന്നിവരും ഷാജി പാലത്തിനാൽ, സോജൻ വെളിഞ്ഞാലിൽ, സജീവ് കൊച്ചുകുടി, പ്രമോദ് പെരിഞ്ചേരിക്കുളം, അനീഷ് മോഹനൻ, സന്തോഷ് പാറക്കൽ, അപ്പച്ചൻ വാളിയപ്പുര, സാബു പുത്തമ്പറമ്പിൽ, അനൂപ് കൊല്ലംപറമ്പിൽ, ചാക്കോച്ചൻ വടക്കൽ, ലീലാമ്മ പേരാലിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.